പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്കുള്ള 33 ദിവസത്തെ ഒരുക്കം രണ്ടാം ദിവസമാണെന്ന് ജൂലൈ 15. ഈ രണ്ടാം ദിവസത്തെ ശുശ്രൂഷ പരിശുദ്ധ അമ്മയുടെ ഒരു കീർത്തനം ആലപിച്ച് കർത്താവിൻ്റെ മാലാഖ ജപം ചൊല്ലി നമുക്ക് ആരംഭിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഭക്തിപൂർവ്വം കരങ്ങൾ കൂപ്പി നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അമ്മേ അംബികേ നാഥേ ഭൂസ്വർഗരാജ്ഞിയേ നാഥേ, അമ്മേ അംബികേ നാഥേ ഭൂസ്വർഗരാജ്ഞിയേ നാഥേ, നിൻ തിരുമുൻപിൽ നിൽക്കുമീ മക്കൾ തൻ പ്രാർത്ഥന കേൾക്കണമേ. നിൻ തിരുമുൻപിൽ നിൽക്കുമീ മക്കൾ തൻ പ്രാർത്ഥന കേൾക്കണമേ. അമ്മേ അംബികേ നാഥേ ഭൂസ്വർഗരാജ്ഞിയേ നാഥേ, നന്മതൻ നിറകുടമാകുന്ന കന്യകേ, കൈകൾ കൂപ്പി ഞങ്ങൾ നിന്നെ വണങ്ങുന്നു. നന്മതൻ നിറകുടമാകുന്ന കന്യകേ, കൈകൾ കൂപ്പി ഞങ്ങൾ നിന്നെ വണങ്ങുന്നു. സ്ത്രീകളിൽ ഏറ്റവും ധന്യയും നീയേ, പരിശുദ്ധമാതേ കന്യാംബികേ. സ്ത്രീകളിൽ ഏറ്റവും ധന്യയും നീയേ, പരിശുദ്ധമാതേ കന്യാംബികേ. അമ്മേ അംബികേ നാഥേ ഭൂസ്വർഗരാജ്ഞിയേ നാഥേ, നിൻ തിരുമുൻപിൽ നിൽക്കുമീ മക്കൾ തൻ പ്രാർത്ഥന കേൾക്കണമേ. പ്രാർത്ഥന കേൾക്കണമേ. പ്രാർത്ഥന കേൾക്കണമേ. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാവട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അടുത്തുള്ളവർക്കെല്ലാം സ്തുതി കൊടുത്ത് അതിനുശേഷം സ്വസ്ഥമായിട്ട് കസേരകളിലേക്ക് ഇരിക്കുക, സ്വസ്ഥാനങ്ങളിൽ ഇരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഷാലോം ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്കുള്ള 33 ദിവസത്തെ ഒരുക്ക ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് കർത്താവിൻ്റെ കൃപയാൽ 2ാമത്തെ ദിവസത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ കർത്താവ് നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ ചിന്തിച്ചൊരു വചനമുണ്ട്. 1 പീറ്റർ ചാപ്റ്റർ 2 വേഴ്സ് 11. 1 പത്രോസ് 2-ാം അധ്യായം 11-ാമത്തെ തിരുലിഖിതം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആത്മാവിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന ശാരീരിക പ്രവണതകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് അപേക്ഷിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ നമുക്കെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന ശാരീരിക പ്രവണതകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന, ആഹ്വാനം ചെയ്യുന്ന വചനങ്ങളാണ് ഇന്നലെ നമ്മൾ കേട്ടത്. നമ്മളതിനെക്കുറിച്ച് ധ്യാനിക്കണം. ഓരോ ദിവസവും വചനം കേട്ട് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 4 കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്, അല്ലേ? ആധ്യാത്മിക അഭ്യാസങ്ങളുണ്ട്. ആ അഭ്യാസങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ചേ. ഇത് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ, ഓരോ ദിവസവും വചനം കേട്ട് കഴിയുമ്പോൾ നമ്മൾ അന്ന് നന്നായിട്ട് ആത്മശോധന ചെയ്ത് സ്വന്തം ആത്മാവിനെ പരിശോധിച്ച്, നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ പരിശോധിച്ച്, അത് ഒരു പേപ്പറിൽ നമ്മുടെ കുറവുകളെല്ലാം എഴുതി ഒരു നല്ല കുമ്പസാരത്തിന് വേണ്ടി ഒരുങ്ങുക. അതിനാണ് നന്നായി ആത്മശോധന ചെയ്യുക. ഈ ദിവസങ്ങളിൽ നമ്മൾ പാലിക്കേണ്ട, പരിശീലിക്കേണ്ട ആധ്യാത്മിക അഭ്യാസങ്ങളാണ്. 2ാമത്, തീഷ്ണതയോടെ പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ അപേക്ഷിക്കണം. എത്രയും ദയുള്ള മാതാവേ എന്ന ജപം ചെല്ലുക. വിശ്വാസ പ്രമാണം സാധിക്കുന്നിടത്തോളം ചെല്ലുക. ജപമാല, ഒരു സമ്പൂർണ്ണ ജപമാല നന്നായി ചൊല്ലുക. തീഷ്ണതയോടെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും വിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കുചേരുകയും ചെയ്യണം. പിന്നെ മറ്റൊരു കാര്യമാണ്, പരിത്യാഗ പ്രവൃത്തികൾ ധാരാളം പരിശീലിക്കണം. നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവണതകളെ നിഗനിച്ച് പഠിക്കണം. സ്വയം പരിത്യാഗ പ്രവൃത്തികൾ ധാരാളമായി നമ്മൾ പരിശീലിക്കണം ഈ ദിവസങ്ങളിൽ. 4ാമത്തത്, ആത്മസംയമനവും സൗമ്യതയും പരിശീലിക്കണം. നമ്മുടെ വീട്ടിൽ നമ്മൾ പരിശീലിക്കണം. ഡേ ബൈ ഡേ ഉത്തരം പുണ്യത്തിൽ വളർന്നു വരണം ഈ ദിവസങ്ങളിൽ. അതുകൊണ്ട് മനസ്സ് വെച്ച് ഇത് വചനം കേട്ടതിന് ശേഷം ഓരോ ദിവസവും പരിശീലിക്കണം. ആത്മസംയമനവും സൗമ്യതയും പരിശീലിക്കുക. ഹൃദയ വിശുദ്ധി കാത്തു സൂക്ഷിക്കുക. ഈശോയെ കാണണം, ഈശോയെ സ്വന്തമാക്കണം, ദൈവത്തെ പ്രാപിക്കണം. ഈ ആഗ്രഹത്തോടെ പുണ്യ പരിപൂർണതയ്ക്കായി ഹൃദയ വിശുദ്ധി നന്നായിട്ട് കാത്തു സൂക്ഷിക്കുകയും പുണ്യ പരിപൂർണതയ്ക്ക് വേണ്ടി യത്നിക്കുകയും ചെയ്യണം. ഈ ഒരു 5 കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു 31 ദിവസത്തെ ഒരുക്ക ദിവസങ്ങൾ നന്നായിട്ട് പരിശീലിക്കണം. അതൊരു ആധ്യാത്മിക അഭ്യാസമായി നിങ്ങൾക്ക് അച്ഛൻ നിർദ്ദേശിച്ച് തരികയാണ്. ആ പുസ്തകത്തിലുള്ളതാണ്. അച്ഛൻ നിങ്ങൾക്ക് നിർദ്ദേശിച്ച് തരികയാണ്. ഇന്ന് 2ാമത്തെ ദിവസം, ജൂലൈ 15. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ് ഇന്ദ്രിയ നിഗ്രഹം. റോമാലേഖനത്തിൽ 8-ാം അധ്യായം 13-ഉം 14-ഉം തിരുലിഖിതങ്ങൾ. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സസ് 13 and 14. ജഡീകരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ഈ ഒരു ദിവസത്തെ ഈ സമ്പൂർണ്ണ സമർപ്പണം വഴി ദൈവപുത്രന്മാരെന്ന നിലയിൽ പിതാവിൻ്റെ മടിത്തട്ടിൽ ഇരിക്കാൻ തക്കവിധം ആധ്യാത്മികമായി നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പരിപൂർണ നിയന്ത്രണത്തിൽ യേശുക്രിസ്തുവിൻ്റെ സ്വന്തമായി പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാൻ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥതയിലൂടെ നമ്മളെ തന്നെ ഒരുക്കുകയാണ്. അതിന് വളരെ പ്രധാനപ്പെട്ട
ഒരു ആധ്യാത്മിക നടപടിക്രമമാണ് ഇന്ദ്രിയ നിഗ്രഹം. അതാണ് റോമാലേഖനം 8-13 വാക്യത്തിൽ വായിച്ചത്. നിങ്ങൾ ജഡികരായി ജീവിക്കുന്നെങ്കിൽ തീർച്ചയായും മരിക്കും. തീർച്ച എന്ന് പറഞ്ഞാൽ എന്താ? ഡെഫിനിറ്റ്. തമിഴ് പറയുമ്പോൾ കണ്ടിപ്പായും നിങ്ങൾ മരിക്കും എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ ഡെഫിനിറ്റായി നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ചിന്തിക്കണ്ട, ഒരു സംശയമില്ലെന്നാണ് പറയണത്. ഒരു സംശയമില്ല, ഡെഫിനിറ്റായിട്ട് നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞത്. നിങ്ങൾ ജഡികരായി ജീവിക്കില്ല. ജഡികർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജഡികർ എന്ന് പറഞ്ഞാൽ ലോകപ്രകാരം ജീവിക്കുക. ലോകപ്രകാരം ലൗകിക മനുഷ്യനായി ജീവിക്കുക. ഇന്ന് എൻ്റെ പ്രിയ സഹോദരൻ, ഈ വചനം കേട്ടുകൊണ്ട് നമ്മൾ ഒരുപാട് പേര് ലൗകിക മനുഷ്യരാണ്. ലൗകിക മനുഷ്യർ എന്ന് പറഞ്ഞാൽ ലോകപ്രകാരം ചിന്തിക്കുന്നു, ലോകപ്രകാരം വിധിക്കുന്നു, ലോകപ്രകാരം കണക്ക് കൂട്ടുന്നു, ലോകപ്രകാരം ജീവിച്ച് ലോകപ്രകാരം മരിക്കുന്നു. ലൗകിക മനുഷ്യൻ. 1 കൊറിന്തോസ് 2 14 തിരുലിഖിതം, 1 Corinthians chapter 2 verse 14. ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. അപ്പം ലൗകിക മനുഷ്യൻ്റെ പ്രത്യേകത എന്താ? ദൈവവുമായിട്ട് ബന്ധമില്ല. ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ അവന് ഫൂളിഷ്, അവന് നോൺസെൻസ്, അവന് ഫൂളിഷ്നെസ് ആണ്, അവന് ഭോഷത്വമാണ്. അതുകൊണ്ട് അവന് താല്പര്യമില്ല, ആഗ്രഹമില്ല, ഒന്നും താല്പര്യമില്ല, അവനൊന്നിനും താല്പര്യമില്ല. ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവൻ സ്വീകരിക്കുന്ന പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല, ദൈവത്തോട് താല്പര്യമില്ല, വെളുപ്പിന് എഴുന്നേക്കാൻ താല്പര്യമില്ല, ഉപവസിക്കാൻ താല്പര്യമില്ല, കഷ്ടത സഹിക്കാൻ താല്പര്യമില്ല, ജപമാല ചൊല്ലാൻ താല്പര്യമില്ല, വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല, കുമ്പസാരിക്കാൻ താല്പര്യം, ഒന്നിനും താല്പര്യമില്ല. കാരണം അത് ഫൂളിഷ്നെസ് ആണ് അവനെ സംബന്ധിച്ച്, അർത്ഥമില്ലാത്തതാണ്, നോൺസെൻസ് ആണ് അവനെ സംബന്ധിച്ച്, അബ്സേഡിറ്റിയാണ് അവനെ സംബന്ധിച്ച്. ലൗകിക മനുഷ്യൻ ലോകപ്രകാരം ചിന്തിക്കുന്നു. ലോകത്തിൻ്റെ മാനദണ്ഡങ്ങളാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാനം. ലൗകിക മനുഷ്യൻ കണ്ണുകൊണ്ട് ഇന്ദ്രിയങ്ങളുടെ സുഖം, ഇന്ദ്രിയങ്ങളുടെ മനുഷ്യൻ. രുചിക്കനുസരിച്ച് സന്തോഷം ദുഃഖം ഉണ്ടാവും. കണ്ണുകൾക്ക് കുളിർമ കിട്ടുന്നതനുസരിച്ച്, കണ്ണുകളുടെ കുളിർമ അനുസരിച്ച് സന്തോഷവും ദുഃഖം ഉണ്ടാവും. ഇമ്പമുള്ള കാതുകളുടെ ഇമ്പം അനുസരിച്ച് സന്തോഷവും ദുഃഖം ഉണ്ടാവും. അതിനനുസരിച്ച് വിധിക്കും, അതിനനുസരിച്ച് ദുഷിക്കും, അതിനനുസരിച്ച് എല്ലാം. ജീവിതത്തിൻ്റെ മാനദണ്ഡം ഇന്ദ്രിയങ്ങളുടെ സുഖിപ്പിക്കലാണ്. എന്തിനാണ് ജീവിക്കുന്നത്? നാവിന് രുചിയുള്ള ഭക്ഷണം കിട്ടണം, കണ്ണിന് നല്ല കാഴ്ച വേണം, ചെവിക്കുമ്പോൾ ഉള്ള കേൾവി വേണം, ജീവിത സന്തോഷം, സുഖം, സുഖലോലുപത. ഇതുവഴി എന്താ സംഭവിക്കുന്നത്? അവൻ്റെ ആത്മാവ് മരിക്കുകയാണ്. ആ മനുഷ്യൻ്റെ നേരം വെളുത്താലും രാത്രിയായാലും കിടക്കുമ്പോഴും ചിന്ത, എഴുന്നേൽക്കുമ്പോഴും ചിന്ത, മധ്യാഹ്നത്തിലും ചിന്ത, ലോകം. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം, യോഹന്നാൻ്റെ 3:31 വാക്യം. ജോൺ ചാപ്റ്റർ 3 വേഴ്സ് 31. ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്. ഭൂമിയിൽ നിന്നുള്ളവൻ എന്ന് പറഞ്ഞാൽ ഭൗമികൻ. ലൗകികൻ്റെ വേറൊരു വാക്കാണ് ഭൗമികൻ. ഭൂമിയിൽ നിന്നുള്ളവൻ, ഭൂമിയുടേതാണ്. അവൻ ഭൗമിക കാര്യങ്ങൾ ചിന്തിക്കുന്നു, സംസാരിക്കുന്നു, പ്ലാൻ ചെയ്യുന്നു, സ്വപ്നം കാണുന്നു, എല്ലാം അവന് ഭൗമിക കാര്യങ്ങൾ മാത്രം അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. അവൻ ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്. അതായത് 2 തരത്തിലുള്ള മനുഷ്യരുണ്ട്. ഭൗമിക മനുഷ്യരുണ്ട്, ആത്മീയ മനുഷ്യരുണ്ട്. ഭൗമിക മനുഷ്യൻ ഭൂമിയുടെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഭൂമിയിലെ ജീവിതം, ഈ ഭൂമിയിലെ ജോലി, ഈ ഭൂമിയിലെ നേട്ടം, ഈ ഭൂമിയിലെ സുഖം, ശരീരത്തിൻ്റെ സുഖമാണ് ഈ ഭൂമിയിലെ സുഖം. ആത്മീയ മനുഷ്യൻ അവൻ ദൈവരാജ്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ ദൈവസന്നിധിയിലുള്ള നിക്ഷേപത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. അവൻ ആത്മാവിൻ്റെ സന്തോഷത്തെക്കുറിച്ച്, ആത്മീയ സന്തോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. അവൻ ആത്മീയ സന്തോഷങ്ങളിൽ കണ്ണുവെക്കുന്നു. ദൈവപിതാവിൻ്റെ സന്നിധിയുള്ള കാര്യങ്ങളെക്കുറിച്ച് അവൻ ചിന്തിക്കുന്നു, സ്വപ്നം കാണുന്നു, ലക്ഷ്യം വെക്കുന്നു, അതിനുവേണ്ടി ജീവിക്കുന്നു. ആത്മീയ മനുഷ്യൻ.
എൻ്റെ പ്രിയ സഹോദരങ്ങൾ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇന്ന് ചിന്തിച്ച് നോക്കണം, ആത്മശോധന ചെയ്യണം. നിങ്ങൾ ഭൂമിയുടേതായി ഭൗമിക കാര്യങ്ങൾ ചിന്തിച്ച്, ഭൗമിക കാര്യങ്ങൾ സ്വപ്നം കണ്ട്, ഭൗമിക കാര്യങ്ങൾ കൊണ്ട് ജീവിതം അർപ്പിച്ച് അങ്ങനെ കടന്നു പോകുന്ന ഒരവസ്ഥയിലൂടെയാണോ ഇന്ന് നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ കുടുംബവും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? അതോ ആത്മീയ കാര്യങ്ങൾ, സ്വർഗത്തെക്കുറിച്ച്, സ്വർഗീയ കാര്യങ്ങൾ, പിതാവിൻ്റെ സന്നിധിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സ്വപ്നം കണ്ട് പഠിപ്പിച്ച് പ്രാർത്ഥിച്ച് അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണോ? പ്രിയ സഹോദരങ്ങളെ, ഓരോരുത്തരും ആത്മശോധന ചെയ്യാൻ കർത്താവ് ഇന്ന് വിളിക്കുകയാണ്. ഒന്ന് യോഹന്നാൻ, 1 John chapter 2 verse 17. 1 യോഹന്നാൻ 2-ാം അധ്യായം 17-ാമത്തെ വാക്യം. നിങ്ങൾ ഭൗമിക കാര്യങ്ങളാണ് നിങ്ങളുടെ ഹൃദയത്തിൽ നിക്ഷേപമായി വെച്ചിരിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ സ്വപ്നമായി വെച്ചിരിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ മാനദണ്ഡമായി ഇരിക്കുന്നതെങ്കിൽ, ആ അച്ചുതണ്ടിലാണ് നിങ്ങളുടെ ജീവിതം കറങ്ങിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ, 1 യോഹന്നാൻ 2:17 ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു. ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ, ദൈവപിതാവിൻ്റെ ഇഷ്ടം അന്വേഷിച്ച്, ദൈവപിതാവിൻ്റെ ഇഷ്ടം നിവർത്തിച്ച്, ദൈവപിതാവിനെ പ്രസാദിപ്പിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു, ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. നമ്മുടെ ആത്മാവിൻ്റെ സ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കുന്ന സഹോദരങ്ങളെ, വീണ്ടും ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം 7-8 തിരുലിഖിതങ്ങൾ. അവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്: ജഡീക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. അത് ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ ആരും സാധിക്കുകയുമില്ല. ജഡിക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ഡെഫിനിറ്റ്, അറുത്ത് മുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ജഡീക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. ഇന്നലെ നമ്മൾ കണ്ടു, നമ്മളോട് തന്നെ ശത്രുതയിരിക്കുന്ന ഒരു ആത്മാവ് നമ്മുടെ ശരീരത്തിൽ പോരാടിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും കണ്ടു, നമ്മുടെ ആത്മാവിനോടത് പോരാടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇതാ ദൈവത്തോടത് പോരാടുന്നു. അപ്പം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ആത്മാവ്, ജഡിക ആത്മാവ് എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ അരൂപി, ജഡത്തിൻ്റെ അരൂപി, അത് നമ്മളോട് തന്നെ പോരാടുന്നു, നമ്മുടെ ആത്മാവിനോട് പോരാടുന്നു, ദൈവത്തോട് പോരാടുന്ന ആത്മാവാണത്. പ്രിയപ്പെട്ട സഹോദരൻ, ആ ആത്മാവിന് നമ്മൾ നിരന്തരം ഭക്ഷണം കൊടുത്താൽ ആ ആത്മാവ് പുഷ്ടിപ്പെട്ട് തഴച്ചു വളരും. നമ്മൾ നമ്മുടെ ശത്രുവിനെ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇന്നലെ സൂചിപ്പിച്ചു. നമ്മൾ നമ്മളെ തന്നെ ദൈവത്തിന് ശത്രുവാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ തൃഷ്ണയെ ശമിപ്പിക്കുമ്പോൾ, ശരീരത്തിൻ്റെ പ്രവണതകളെ തൃപ്തിപ്പെടുത്തി ജീവിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ദൈവത്തിന് ശത്രുവാക്കുകയും നമ്മുടെ തന്നെ ശത്രുവിനെ നമ്മൾ പോഷിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതാത്മാവിനാണോ നമ്മൾ പോഷണം കൊടുക്കുന്നത്, ആ ആത്മാവ് പുഷ്ടി പ്രാപിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതിനെക്കുറിച്ച് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് ഭക്തിമാർഗ പ്രവേശിക എന്ന പുസ്തകത്തിലൊരു ഭാഗമുണ്ട്. അങ്ങനെയുള്ള ഈ ശരീരത്തിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ ആധ്യാത്മിക ജീവിതത്തെ മനസ്സിലാക്കാൻ ഫ്രാൻസിസ് ഡി സാലസ് ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. ഒട്ടകപ്പക്ഷി അതൊരിക്കലും പറക്കുന്നില്ല. കോഴി ചിലപ്പോൾ അങ്ങനെ പറക്കാറുണ്ടെങ്കിലും അത് വളരെ വിഷമിച്ചും ഭൂമിയിൽ നിന്ന് അധികം ഉയരാതെയുമാണ് പറക്കുന്നത്. പരുന്ത്, കഴുകൻ മുതലായ പക്ഷികൾ ആകാശത്തിൽ അതിവേഗം പറന്നുയർന്ന് സഞ്ചരിക്കുന്നു. പലതരത്തിലുള്ള മനുഷ്യരുടെ സ്ഥിതി ഈ വിധം എത്രേ. പാപികൾ ദൈവസന്നിധിയിലേക്ക് തിരിയുന്നില്ല. അവർ ഈ ഭൂമിയിൽ മാത്രം സഞ്ചരിക്കും, ഭൂമിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു, ഭൂമിയിൽ സഞ്ചരിക്കുന്നു, ഭൂമിയിൽ മുഴുകുന്നു, ഭൗതിക വസ്തുക്കൾക്കായി മാത്രം പ്രയത്നിക്കുന്നു. പാപികളല്ലെങ്കിലും മന്ദഭക്തരായ ചിലർ തങ്ങളുടെ പ്രവൃത്തികളാൽ ചിലപ്പോഴൊക്കെ ദൈവസന്നിധിയിലേക്ക് ഉയരുന്നുണ്ട്. എന്നാൽ അത് വളരെ അപൂർവവും മന്ദവും ക്ലിഷ്ടവുമായിട്ടത്രേ. ഭക്തരാകട്ടെ, ആത്മീയ മനുഷ്യരാകട്ടെ, അത്യുന്മേഷത്തോടെ അവൻ ദൈവസന്നിധിയിലേക്ക് സദാ പറന്നുയരുന്നു, പുരോഗമനം ചെയ്യുന്നു, പറന്നുയരുന്നു. കഴുകനെ പോലെ അവൻ ചിറകടിച്ചുയരുകയാണ്. ഈ 3 കൂട്ടരിൽ നമ്മുടെ ജീവിതം ഏത് കൂട്ടരിൽ പെടുന്നു പരിശോധിച്ച് നോക്കണം. സദാ ഭൗമിക കാര്യങ്ങൾ ചിന്തിച്ച് കിടക്കുന്ന ഒട്ടകപ്പക്ഷി ഒരിക്കലും പറക്കണില്ല. അതുപോലെയാണോ? അതോ ഈ കോഴീനെ പോലെ ഇച്ചിരിയൊക്കെ പറക്കും, ഒരു ധ്യാനം കൂടും, അല്ലെങ്കിൽ ഒരു ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് പോകും, അല്ലെങ്കിൽ പെരുന്നാളിനും തിരുനാളിനൊക്കെ ഒന്ന് പോകും, അങ്ങനത്തെയാണോ? അതോ
നിരന്തരം സദാ ദൈവസന്നിധിയിലേക്ക് പുരോഗമനം ചെയ്തുകൊണ്ടിരിക്കുന്ന, വളർന്നുകൊണ്ടിരിക്കുന്ന, ആത്മീയ ഉത്കർഷത്തിൽ ആയിരിക്കുന്ന, ആത്മീയ ഉത്സുകതയുള്ള, ആത്മീയമായി ശുഷ്കാന്തിയുള്ളൊരു ജീവിതമാണോ നമ്മുടെ ജീവിതം? നമ്മൾ പരിശോധിച്ച് നോക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ അൽഫോൻസ് ലിഗോരി ഈ ഒരു കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. നിത്യജീവിതത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുപ്പിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരാൾ, നിങ്ങൾ അങ്ങനെ ആധ്യാത്മികമായി കഴുകനെ പോലെ ചിറകടിച്ച് ഉയരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഫലം പുറപ്പെടുവിക്കുന്ന ഒരാൾ ആഗ്രഹിക്കുന്ന ഒരാൾ അയാളിൽ തന്നെ മരിക്കണം. അതായത് അയാളുടെ സ്വന്തം തൃപ്തിക്ക് വേണ്ടി ജീവിക്കരുത്. സ്വന്തം തൃപ്തിക്ക് വേണ്ടി ജീവിക്കരുത്. നിങ്ങൾ ചിന്തിക്കുക, ഇപ്പം എന്താണ് നമ്മുടെ ബൈലോ എന്താണെന്ന് ചിന്തിച്ച് നോക്കിക്കുക. നിങ്ങൾ ദൈവത്തിലേക്ക് കഴുകനെ പോലെ ചിറകടിച്ച് ഉയരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആത്മീയ ജീവിതത്തിൽ ഉത്കർഷം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം താല്പര്യങ്ങൾക്ക് മരിക്കണം, സ്വന്തം ജഡത്തിന് മരിക്കണം, സ്വന്തം തൃഷ്ണകൾക്ക് നമ്മൾ മരിക്കണം. വിശുദ്ധ അൽഫോൻസ് ലിഗോരി ദൈവിക ജ്ഞാനത്തിൽ തലമുറകളെ പഠിപ്പിക്കുകയാണ്. മരിക്കണം. അതാണ് പറയുന്നത്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് നമ്മളത് കാണുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 12:24 ജോൺ ചാപ്റ്റർ 12 വേഴ്സ് 24. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അതേപടി ഇരിക്കും. നിങ്ങളുടെ തൃഷ്ണയ്ക്ക് നിങ്ങളുടെ ശരീരത്തിൽ അനുദിനം നിമിഷം ഓരോ മിനിറ്റിലും മരിക്കുന്നില്ലെങ്കിൽ ഗോതമ്പ് മണി അതേ മടി ഇരിക്കും. ദൈവരാജ്യത്തിൽ സ്വീകാര്യമല്ല, ഫലം പുറപ്പെടുവിക്കില്ല. അപ്പോൾ കർത്താവിൽ വളരാൻ, അതാണ് അൽഫോൻസ് ലിഗോരി പറയണത്. എന്ത്? അൽഫോൻസ് ലിഗോരി പറയാണ്, അങ്ങനെയെങ്കിൽ ജീവിതത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ തന്നെ മരിക്കണം. തയ്യാറെടുക്ക്. കേട്ടിരുന്നാൽ പോരാ. ഇടുങ്ങിയ വഴികളിലൂടെ നടക്കുന്ന ചുരുക്കം കൂട്ടരിൽ പെടാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പം തീരുമാനം എടുക്കാനാണ് ദൈവത്തിൻ്റെ ആത്മാവ് നിർബന്ധിക്കുന്നത്. അതുപോലെ പ്രിയ സഹോദരങ്ങളെ, വീണ്ടും വിശുദ്ധ അൽഫോൻസ് ലിഗോരി കണ്ടിന്യൂസ് ആയിട്ട് പിന്നെയും പഠിപ്പിക്കുകയാണ്. കലവറയില്ലാതെ നമ്മെ ദൈവത്തിന് സമർപ്പിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നും എല്ലാ ഭൗമിക താല്പര്യങ്ങളെയും ഘട്ടം ഘട്ടമായി നമ്മൾ നിഷ്കാസനം ചെയ്യണം. ഭൗമിക താല്പര്യങ്ങൾ വെച്ച് ആധ്യാത്മികമായി വളരാൻ എളുപ്പമല്ല, സാധിക്കുകയില്ല. രണ്ടജമാനന്മാരെ ഒരുമിച്ച് സേവിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. നമ്മുടെ കർത്താവ് പഠിപ്പിച്ചു. ഈ ഭൂമിയിലെ വസ്തുക്കൾ ഏറ്റവും അത്യല്പമായി ആഗ്രഹിക്കുന്നയാൾ ദൈവത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു. ഒന്നും ആഗ്രഹിക്കാത്തയാൾ ദൈവത്തെ പരിപൂർണമായി സ്നേഹിക്കുന്നു, പൂർണ്ണതയിൽ സ്നേഹിക്കുന്നു. ഒന്നും ആഗ്രഹിക്കാത്തയാൾ, ലോകത്തിൽ ഒന്നും ആഗ്രഹമില്ലാത്ത അവസ്ഥയിലേക്ക് ഉയരണം. ലോകത്തിൽ ഒന്നും കേൾക്കാൻ താല്പര്യമില്ല, ലോകത്തിൽ ഒന്നും കാണാൻ താല്പര്യം, ആകെ ദൈവത്തെ പ്രീതിപ്പെടുത്തുക മാത്രമാണ് എൻ്റെ ചിന്ത, എൻ്റെ ആഗ്രഹം എന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ആത്മാവിനെ സ്റ്റഡിയാക്കാൻ സാധിച്ചാൽ ഈ ലോകത്തിൻ്റെ മേൽ നിനക്ക് വിജയമുണ്ട്. ലോകത്തിലെ കാര്യങ്ങളെക്കുറിച്ച് അല്പം മാത്രം താല്പര്യമുള്ളയാൾ കർത്താവിനെ വളരെയധികം സ്നേഹിക്കുന്നു. ലോകത്തിലെ കാര്യത്തിൽ ഒരു താല്പര്യമില്ലാത്തയാൾ ദൈവത്തെ പൂർണ്ണതയിൽ സ്നേഹിക്കുന്നു. വിശുദ്ധ അൽഫോൻസ് ലിഗോരി വെളിപ്പെടുത്തുകയാണ്. വീണ്ടും അദ്ദേഹം തുടരുകയാണ്. അതുകൊണ്ട് വിശുദ്ധന്മാരെല്ലാം ചെയ്തിരുന്നത്, അവർ ലോക വസ്തുക്കൾ ഉപേക്ഷിക്കുന്നു, അവരുടെ കുടുംബങ്ങൾ ഉപേക്ഷിക്കുന്നു, അവരുടെ സന്തോഷങ്ങൾ ഉപേക്ഷിക്കുന്നു. മാത്രമല്ല, അവരുടെ അനുദിന ഭക്ഷണത്തിൽ പോലും അവർ ലോകത്തിൻ്റെ തൃഷ്ണയെ അവർ തൃണവൽക്കരിച്ച് അവരുടെ ഭക്ഷണ രീതി പോലെ അതുകൊണ്ടെന്താ, അവരുടെ ഉപവാസത്താൽ അവരുടെ ശരീരം മെലിയാൻ അവരനുവദിച്ചിരുന്നു. ശരീരം മെലിയാൻ അനുവദിച്ച് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ത്യജിക്കുക, ഇഷ്ടമുള്ള കിടക്ക ത്യജിക്കുക, ഇഷ്ടമുള്ള മുറികൾ ത്യജിക്കുക, സുഖമുള്ള രീതികൾ ത്യജിക്കുക. ഇന്ദ്രിയ നിഗ്രഹത്തിൻ്റെ വഴിയെ നടന്നു അവരുടെ ശരീരത്തിൽ നിരന്തരം അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ ഈ ഒരു കാര്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നുണ്ട്. അമ്മ ത്രേസ്യ പറയുന്നത് ഇങ്ങനെയാണ്: സ്വന്തം സൗകര്യവും സ്വസ്ഥതയും തേടുന്ന ആളുകൾ ദൈവത്തിൻ്റെ സൗഹൃദ വലയത്തിൽ പ്രവേശനം ലഭിക്കുമെന്ന് ചിന്തിക്കുന്നത് വെറും വിഡ്ഢിത്തമാണ്. മലർപ്പെടുക്കാരൻ്റെ സ്വപ്നം പോലെയാണ്, ഒരിക്കലും നടക്കുന്ന കാര്യമല്ലത്. മറ്റൊരവസരത്തിൽ വിശുദ്ധ അമ്മ ത്രേസ്യ പ്രതിപാദിക്കുന്നത് ഇങ്ങനെയാണ്: സത്യമായും ദൈവത്തെ സ്നേഹിക്കുന്ന ആത്മാക്കൾക്ക് സുഖം തേടിയുള്ള യാത്ര, സുഖം ചോദിച്ച് നടക്കാൻ കഴിയുകയില്ല. നമ്മുടെ പ്രാർത്ഥനയിൽ തന്നെ ഒരു ചേഞ്ച്,
നമ്മുടെ കാഴ്ചപ്പാടിൽ തന്നെ ഒരു ചേഞ്ച് ഈ 33 ദിവസത്തെ പ്രാർത്ഥനയിലെ ആദ്യത്തെ 12 ദിവസങ്ങളിൽ വരുത്തണം. ലോകാരൂപിയെ നമ്മൾ കീഴ്പ്പെടുത്തണം. ആദ്യത്തെ 12 ദിവസങ്ങൾ ലോകാരൂപിയെ നമ്മളിൽ നിന്ന് പറിച്ചു കളയുന്ന ദിവസങ്ങളാണ്. അതിനുവേണ്ടി ആത്മശോധന ചെയ്യണം, അതിനുവേണ്ടി പരിശോധിക്കണം, തീരുമാനങ്ങൾ എടുക്കണം. ആമിലാൽ അമ്പത്രസി പറയണോ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. ആമിലാൽ അമ്പത്രസി പറയണത് സ്വന്തം സൗകര്യം. നിങ്ങളിപ്പോൾ ഈ ധ്യാനം കൂടുന്ന ഒരു പക്ഷേ നിങ്ങൾ വീണ്ടും ലോകസുഖം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണോ? സ്വന്തം സൗകര്യവും സ്വസ്ഥതയും തേടുന്നാൽ അതൊക്കെ പ്രാരംഭഘട്ടത്തിൽ ഓക്കെ, പക്ഷേ ആധ്യാത്മികം വളരാൻ ആഗ്രഹിക്കുമ്പോൾ കുറേ ത്യജിക്കണം. സ്വന്തം സൗകര്യവും സ്വസ്ഥതയും തേടുന്ന ആളുകൾ ദൈവത്തിൻ്റെ ആ സൗഹൃദ വലയത്തിൽ പറന്നുയരുകയില്ല. സ്വയം സ്നേഹമാണത്. പ്രാർത്ഥനയുടെ അടിസ്ഥാനം തന്നെ സ്വയം സ്നേഹമാണ്. തന്നോട് തന്നെ സ്നേഹമുള്ളത് കൊണ്ടാണ് തനിക്ക് ചില കാര്യങ്ങൾ നേടാൻ വേണ്ടി തീർത്ഥാടനത്തിലേക്ക് പോകും, പള്ളിയിലേക്ക് എല്ലാം. സ്വയം സ്നേഹമാണോ ആധ്യാത്മിക അടിസ്ഥാനം? വീണ്ടും വിശുദ്ധ അംബ്രോസ് പുണ്യവാനൻ ഈ കാര്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ശരീരത്തിൻ്റെ ഇഷ്ടത്തിന് വഴങ്ങുന്നത് അവസാനിപ്പിക്കാത്ത ഒരാൾ, അദ്ദേഹം അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാൻ പോണത് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നത് അവസാനിപ്പിക്കും. രണ്ടിലൊന്നേ പറ്റുള്ളൂ. ഒന്നുകിൽ ലോകത്തിൻ്റെ അരൂപിയെ പ്രീതിപ്പെടുത്താൻ പറ്റും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കാൻ പറ്റും. നീ എപ്പോഴും എവറി ഡേ, എവറി മിനിറ്റ്, എവറി സെക്കൻഡ്, ഓൾവേസ് ഇഫ് യു ആർ ട്രൈങ് ആൻഡ് ഇഫ് യു ആർ ആഫ്റ്റർ ദ വേൾഡ്ലി പ്ലഷേഴ്സ്, then you have no spiritual life at all. Holy Spirit, പരിശുദ്ധാത്മാവില്ല. പരിശുദ്ധാത്മാവിനെ നിഹനിച്ച് അവിടെ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം CCC 736 ഈ കാര്യം പഠിപ്പിക്കുന്നത്, the more you walk by spirit, the more you renounce the world. The more you renounce the world, the more you walk by the spirit. നീ എത്രമാത്രം ലോകത്തെ ത്യജിക്കുന്നുവോ, എത്രമാത്രം ലോകത്തിൻ്റെ അരൂപിയെ നീ ഉപേക്ഷിക്കുന്നുവോ, അത്രമാത്രം പരിശുദ്ധാത്മാവ് നിന്നിൽ പ്രവർത്തന ഉന്മുഖനാകും. പരിശുദ്ധാത്മാവ് നിന്നെ പ്രവർത്തന ഉന്മുഖനാക്കും. പരിശുദ്ധാത്മാവ് ജ്വലിക്കാൻ തുടങ്ങും. We have to renounce the spirit of this world. ഈ ലോകത്തിൻ്റെ അരൂപിയെ നമ്മൾ ത്യജിക്കണം, ഈ ലോകത്തെ ഉപേക്ഷിക്കണം. വിശുദ്ധനായ ഗ്രിഗറി പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ജഡത്തിൻ്റെ മോഹങ്ങളെ തൃപ്തിപ്പെടുത്തുന്നയാൾ ശത്രുക്കളെ പരിപോഷിപ്പിക്കുക മാത്രമാണ്. ശത്രു എന്ന് പറഞ്ഞത് പുറത്തെ ശത്രു അല്ല, നമ്മളോട് തന്നെ നാളെ നമ്മളെ ആലിമീമയെ തകർക്കുന്ന ശത്രുവിനെ നമ്മളിപ്പം നമ്മുടെ തീറ്റ കൊടുത്ത് വളർത്തുകയാണ്. നാളെ കാട്ടുപോത്തിനെ പോലെയും കാട്ടുപന്നിയെ പോലെയും ഒരു വൈൽഡ് ബീസ്റ്റിനെ പോലെ എൻ്റെ ആത്മാവിനെ ആക്രമിച്ച് നശിപ്പിക്കുന്ന ഒരു ശത്രുവിനെ ഇന്ന് ഞാൻ തീറ്റ കൊടുത്ത് പോഷിപ്പിക്കുകയാണ്. ഇതാണ് വിശുദ്ധ ഗ്രിഗറി ഈ കാര്യത്തെക്കുറിച്ച് നിരീക്ഷിക്കുന്നത്. എന്താ സ്ഥിതി പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അതുകൊണ്ട് ഒറ്റ വാക്കി പറഞ്ഞാൽ, അതായത് ഇതിനെക്കുറിച്ച് കർത്താവ് ഇതിന് മുമ്പിൽ ഒരു തീരുമാനം എടുക്കണം. കർത്താവ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിക്ക് ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ടു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവ് ഫ്രാൻസിസ് അസീസിയോട് ശാസനം എങ്ങനെയാണ്? നീ എന്നെ ആഗ്രഹിക്കുന്നുവെങ്കിൽ കയ്പുള്ളതെല്ലാം മധുരമായി നിനക്ക് തോന്നണം, മധുരമായിട്ടുള്ളതെല്ലാം കയ്പായി നിനക്ക് തോന്നണം. എന്ന് പറഞ്ഞാൽ നിനക്ക് കയ്പായിട്ടുള്ളതെല്ലാം, നിന്ദനം കയ്പാണ്, തരം താഴ്ത്തുന്നത് കയ്പാണ്. കയ്പുള്ളതെല്ലാം മധുരമായി കരുതണം, മധുരമായിട്ടുള്ളതെല്ലാം കയ്പുള്ളതായി മാറണം. ബഹുമാനം നിനക്ക് മധുരമാണ്, അത് കയ്പാകണം. ലോക ബഹുമാനം അത് കയ്പായി തോന്നണം. നല്ല സുഖമായിട്ട് ശരീരത്തിന് സുഖലോലുപത, നല്ല ഭക്ഷണം നിനക്ക് നല്ല മധുരമാണ്, അത് കയ്പായിട്ട് തോന്നണം. ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ള കൊടും തണുപ്പ് കയ്പാണ്, അത് മധുരമായിട്ട് തോന്നണം. ശരീരത്തിനെ വേദനിപ്പിക്കുന്നതെല്ലാം കയ്പാണ്, സുഖലോലുപത വർദ്ധിപ്പിക്കുന്നതെല്ലാം മധുരമാണ്. നമ്മുടെ ജഡത്തിന് അത് ഓപ്പോസിറ്റായിട്ട് തോന്നണം. എന്ന് പറഞ്ഞാൽ ശരീരത്തിന് മരിക്കണം, ആത്മാവിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ജഡത്തിൻ്റെ പ്രവണതകളെ നമ്മൾ നിഹനിക്കണം. അതിൻ്റെ പേരാണ് ഇന്ദ്രിയ നിഗ്രഹം. ഇന്ദ്രിയ നിഗ്രഹം. എനിക്കത് വളരെ ടച്ച് ചെയ്തു.
ഈ ഒരു കാര്യമാണ് അൽഫോൻസ പുണ്യവതി കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അൽഫോൻസ പുണ്യവതിയുടെ പ്രാർത്ഥന നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. ഓ എൻ്റെ ഈശോനാഥ, എവരിഡേ ഡെയിലി അൽഫോൻസാമ്മ കർത്താവിനോട് ചോദിക്കുകയാണ്. നമ്മൾ ഡെയിലി ചോദിക്കുന്നില്ലേ, നല്ല ജോലി തരണേ, നല്ല ശമ്പളം തരണേ, അങ്ങനെ നല്ല നല്ല എല്ലാവരും എന്നെ ബഹുമാനിക്കണേ, എനിക്ക് നല്ല താല്പര്യം എല്ലാം ചോദിക്കുന്നില്ല. അതേമാതിരി അൽഫോൻസാമ്മ ആത്മീയ ജ്ഞാനം കിട്ടിയപ്പോൾ, ആന്തരിക കൃപ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അൽഫോൻസാമ്മ ഈശോയുടെ ഒത്തിരി വലിയ സ്വപ്നത്തോടെ നമ്മൾ ചില പ്രാർത്ഥിക്കുന്നത് അമേരിക്കയിലേക്ക് കൊണ്ടുപോകണേ, എനിക്ക് ജോലി തരണേ, എനിക്ക് UK ജോലി തരണേ എന്ന് പ്രാർത്ഥിക്കുന്നില്ലേ. അതുമാതിരി അൽഫോൻസാമ്മ പ്രാർത്ഥിച്ചത് എന്താ അറിയോ? ഈശോനാഥ, അങ്ങേ ദിവ്യ ഹൃദയത്തിലെ മുറിവിൽ എന്നെ മറയ്ക്കണമേ, സ്നേഹിക്കപ്പെടുവാനും വിലമതിക്കപ്പെടുവാനുള്ള എൻ്റെ ആശയിൽ നിന്ന് എന്നെ വിമുക്തയാക്കണമേ, കീർത്തിയും ബഹുമാനവും സമ്പാദിക്കണമെന്നുള്ള ദുഷിച്ച ഉദ്യമത്തിൽ നിന്ന് രക്ഷിക്കണമേ, ഒരു പരമാണുവും അങ്ങേ ഹൃദയത്തിലെ സ്നേഹാഗ്നിച്ചാൽ ഒരു പൊരിയുമാകുന്നത് വരെ എന്നെ എളിമപ്പെടുത്തണമേ, സൃഷ്ടികളെയും എന്നെ തന്നെയും മറന്നു കളയുന്നുള്ള അനുഗ്രഹം എനിക്ക് തരണേ, കയ്പാക്കി മാറ്റണമേ. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത മാധുര്യമായ എൻ്റെ ഈശോ, ലൗകിക ആശ്വാസങ്ങളെല്ലാം എനിക്ക് കയ്പായി പകർത്തണമേ. നീതിസൂര്യനായ എൻ്റെ ഈശോ, നിൻ്റെ ദിവ്യ കതിരിനാൽ എൻ്റെ ബോധത്തെ തെളിയിച്ച് ബുദ്ധിയെ പ്രകാശിപ്പിച്ച് ഹൃദയത്തെ ശുദ്ധീകരിച്ച് നിൻ്റെ സ്നേഹവും നിൻ്റെ നേർക്കുള്ള സ്നേഹത്താൽ എരിയിച്ച് എന്നെ നിന്നോട് ഒന്നിപ്പിക്കണമേ. ആമേൻ. അൽഫോൻസാമ്മയുടെ പ്രാർത്ഥനയാണ്. അതാണ് അസീസി പുണ്യാളിന് ഈശോ പറഞ്ഞു കൊടുത്തത്. നീ എന്നെ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നീ എൻ്റേതാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ലോകത്തിൻ്റെ മധുരം കയ്പായും കയ്പ് മധുരമായും നീ ഇന്ന് തൊട്ട് കരുതണം. ഈ 33 ദിവസം പ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുകയാണ്. ആദ്യത്തെ 12 ദിവസങ്ങളിൽ നമ്മൾ ഗൗരവമായി ചിന്തിക്കുന്ന വിഷയങ്ങളാണ്. നീ കയ്പായും മധുരമായും കരുതേണ്ട കാര്യത്തെക്കുറിച്ച് ഈശോ തന്നെ ഇന്ന് നിൻ്റെ ആത്മാവിനോട് സംസാരിച്ചിരിക്കുകയാണ്. വീണ്ടും നമ്മൾ മറ്റൊരു വിശുദ്ധനെ കാണുക. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് ഇങ്ങനെ പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഇന്ദ്രിയ നിഗ്രഹങ്ങളാൽ ജഡത്തെ അടിച്ചമർത്തിയില്ലെങ്കിൽ ഒരാത്മാവിനൊരിക്കലും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയരാൻ കഴിയുകയില്ല. ഇന്ദ്രിയ നിഗ്രഹം ദൈവസന്നിധിയിലേക്ക് വളരാൻ ഇറ്റ് ഈസ് എ മസ്റ്റ്. ഇന്ദ്രിയ നിഗ്രഹം ജഡത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനെ നിഹരിക്കുന്ന രീതി, മധുരം കയ്പായി കാണുന്ന രീതി, ലോകത്തിലെ ബഹുമാനാദികളെല്ലാം കയ്പായി പകർന്ന് ചിന്തിക്കുന്ന രീതി. വിശുദ്ധ അൽഫോൻസ് ലിഗോരി അദ്ദേഹം പറയാണ്, വലിയ പ്രാശ്ചിത്വത്താൽ നമ്മുടെ ശരീരത്തിന് ഇന്ദ്രിയ നിഗ്രഹങ്ങൾ പരിശീലിക്കാൻ ഉത്സാഹമില്ലെങ്കിൽ ചെറിയ നിഗ്രഹങ്ങളെങ്കിലും പരിശീലിച്ചുകൂടെ? നമ്മളുണ്ടാകുന്ന വേദനകൾ നമുക്ക് ക്ഷമയോടെ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോൾ പോയി തലയങ്ങോട്ട് മുട്ടി, അല്ലെങ്കിൽ നമ്മളറിയാതെ ഒരു അപ്രതീക്ഷിതമായൊരു അസൗകര്യം ഉണ്ടായി, കുടുംബത്തിൽ രോഗം വന്നു, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ അതിനെ ക്ഷമയോടെ സ്വീകരിക്കണം. നമ്മിലുണ്ടാകുന്ന വേദനകൾ ക്ഷമയോടെ നമുക്ക് സഹിക്കാം. ഉദാഹരണത്തിന് ചെറിയ അസൗകര്യങ്ങൾ നമുക്ക് സമാധാനത്തോടെ അതിന് വഴങ്ങാം. ഉറക്കമില്ലായ്മ, രാത്രി കിടന്ന് ഉറക്കം വരുന്നില്ല, അല്ലെങ്കിൽ മരണാസന്നരെ ശുശ്രൂഷിക്കുന്ന വേളയിൽ അനുഭവപ്പെടുന്ന അസഹനീയമായ ദുർഗന്ധം എന്ന് പറഞ്ഞാൽ മരിക്കുന്ന പ്രായമുള്ള വാർദ്ധക്യത്തിലുള്ള ശുശ്രൂഷിക്കുമ്പോണ്ടാകുന്ന പ്രശ്നം. നിങ്ങളൊരു വൈദികനാണെന്ന് കരുത്. ഒരു വൈദികനാണെങ്കിലോ നിങ്ങളൊരാൾ കുമ്പസാരിക്കുമ്പോൾ ആ കുമ്പസാരിപ്പിക്കുന്ന ആളുടെ വായിന്ന് ദുർഗന്ധം വരുന്നു, ഭയങ്കര വായിന്ന് ദുർഗന്ധം വരുന്ന ഒരാളെ കുമ്പസാരിപ്പിക്കുക. ഒരു വൈദികനാണെങ്കിൽ അങ്ങനെ ചിന്തിക്കും. അതും അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലാണെങ്കിൽ ചില പ്രത്യേക തരത്തിലുള്ള ക്യാരക്ടറുള്ള രോഗികളെ ചികിത്സിക്കുക. അല്ലെങ്കിൽ ഒരു ഇടവക വികാരിയാണെങ്കിൽ ഇടവകയിൽ ശരിക്കും എപ്പോഴും ഒരു പ്രത്യേക മുട്ടാള സ്വഭാവം കാണിക്കുന്നവരോട് ക്ഷമയോടെ പെരുമാറുക. അതുപോലുള്ള വേദനാജനകവും വിഷമാധിഷ്ഠിതവുമായ അവസരങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു ഇന്ദ്രിയ നിഗ്രഹമാണ്. നിയമാനുസൃതമായി നമുക്ക് യോജിക്കാവുന്ന ആനന്ദങ്ങളിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് മാറി നിൽക്കണം. നമുക്ക് അനുവാദമുണ്ട്, ഭക്ഷണം കഴിക്കാൻ അനുവാദമുണ്ട്, പക്ഷെ വേണ്ട. അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുമിച്ചിരിക്കുകയാണ്, അവിടെ ഇതാ പുഡിങ്സ് ഇരിക്കുന്നു, ചോറ് കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുകയാണ്, ഞാൻ ഐസ്ക്രീം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഐസ്ക്രീം കഴിച്ചില്ലെങ്കിൽ ചത്തുപോകുന്നില്ല. നമുക്ക് നിയമാനുസൃതമായി കഴിക്കാവുന്നത് പാപമൊന്നുമല്ല, പക്ഷേ ദൈവസ്നേഹത്തെ പ്രതി വേണ്ടാന്ന് വെക്കുക. നമുക്ക് വേണമെങ്കിൽ കട്ടിലേ കിടക്കാം, പക്ഷേ വേണ്ട, ഞാൻ നിലത്ത് കിടക്കുന്നു. ചൂടുവെള്ളമുണ്ട്, പച്ചവെള്ളമുണ്ട്, ചൂടുവെള്ളത്തിൽ കൈ കഴുകാം, പച്ചവെള്ളമുണ്ട്, പച്ചവെള്ളത്തിൽ കൈ കഴുകുമ്പോൾ കുറച്ച് നല്ല വിഷമം ഉണ്ടാവും. ഓക്കെ, ദൈവസ്നേഹത്തെ പ്രതി പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി സ്വമനസ്സ ആ ഒരു
സന്തോഷത്തോടെ ആ ഒരു സഹനം എടുക്കുന്നു, പച്ചവെള്ളത്തിൽ കൈ കഴുകുന്നു, കുളിക്കുന്നതും. ഇങ്ങനെ അനുദിനം നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് വിശുദ്ധ അൽഫോൻസയിൽ പറഞ്ഞത്, നിയമാനുസൃതമായി നമുക്ക് യോജിക്കാവുന്ന ആനന്ദങ്ങളിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വിട്ടു നിൽക്കണം. അതുപോലെ തന്നെ അലക്സാണ്ട്രിയയിലെ വിശുദ്ധ ക്ലെമൻ്റ് അദ്ദേഹം പറയാണ്, അനുവദിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും ആരെല്ലാം ചെയ്യുന്നുവോ അവരെല്ലാം അടുത്ത സ്റ്റെപ്പിൽ അനുവദിക്കപ്പെടാത്തതിലേക്ക് കയറി തുടങ്ങും. ഒരുവനിൽ നിയമപരമായി തൃപ്തിപ്പെടുന്ന കാര്യങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങുമ്പോൾ അധികം താമസിയാതെ നിയമവിരുദ്ധമായ സുഖഭോഗങ്ങളിലേക്ക് വഴുതി വീഴും. ഒരു പൂ അറുത്താൽ 10 പൂ ഉടനെ അറക്കും. നിയമപരമായി അനുവദിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അബ്സ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റും, അബ്സ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റാ അത്രയും ഒരു മാനസികമായ ശക്തി ഇല്ലെങ്കിൽ നിയമാനുസൃതമല്ലാത്ത നിയമവിരുദ്ധമായ സുഖഭോഗങ്ങളിലേക്ക് വഴുതി വീഴും. മനസ്സിനെ നമ്മൾ ബലപ്പെടുത്തണം. പ്രിയ സഹോദരങ്ങളെ, ബോധപൂർവമല്ലാത്ത ഇന്ദ്രിയ നിഗ്രഹങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സമയത്ത് വിശുദ്ധ അൽഫോൻസ് ലിഗോരി ഇങ്ങനെ പ്രതിപാദിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രായശ്ചിത്തത്തിൻ്റെ പ്രവർത്തികളാൽ ശരീരത്തിലെ അഭിലാഷങ്ങളെ നിഗ്രഹിക്കാനാകുന്നില്ലെങ്കിൽ ദൈവം അയച്ചു തരുന്ന ചൂടും തണുപ്പും പോലുള്ള മറ്റ് ബലക്ഷയങ്ങളെങ്കിലും ക്ഷമയോടെ ഏറ്റെടുത്ത് ഇന്ദ്രിയ നിഗ്രഹങ്ങൾക്കായി ഒരുങ്ങണം. അതായത് ചെറിയ കുട്ടികൾ എല്ലാവരും അവരുടെ പ്രായത്തിനനുസരിച്ച്, ജീവിതാന്തസ്സിനനുസരിച്ച്, ജീവിത സാഹചര്യങ്ങൾ ദൈവം അനുവദിക്കുന്ന ചില അസൗകര്യങ്ങളുണ്ടാവും, ചില ഷോർട്ടേജ്. ഇപ്പോൾ കറണ്ട് പോയി, സന്തോഷത്തോടെ ആ ഒരു സഹനത്തിലുള്ള അത് ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി വന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി രോഗം വന്നു, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി വിചാരിച്ചതുപോലെ നമുക്ക് ബസ് കിട്ടിയില്ല, അല്ലെങ്കിൽ കാര്യം നടന്നില്ല, എല്ലാം തെറ്റിമറിഞ്ഞു. അതെല്ലാം ദൈവചിന്തയോടെ സ്വീകരിക്കുക. അല്ലെങ്കിൽ അടുത്തുള്ള ശത്രുക്കൾ, അടുത്തുള്ള അയൽവാസികൾ ഉപദ്രവിച്ചു, ചെയ്യാത്ത തെറ്റ് നമ്മുടെ മേൽ ആരോപിച്ചു, ദൈവചിന്തയോടെ സ്വീകരിച്ച് പിതാവിൻ്റെ സന്നിധി സമർപ്പിക്കുക. എന്നിട്ട് ഒരു പ്രാർത്ഥന തന്നിരിക്കുകയാണ് അൽഫോൻസ് ലിഗോരി പുണ്യവാളൻ. വേഗം എഴുന്നള്ളുക എൻ്റെ കർത്താവേ, വേഗം എഴുന്നള്ളുക. അങ്ങയുടെ പരിശുദ്ധമായ തിരുമുറിവുകളാൽ അങ്ങയുടെ ദാസരെ മുറിപ്പെടുത്താൻ വേണ്ടി അവിടുന്ന് വേഗം വരണമേ. അല്ലെങ്കിൽ തിന്മയുടെ മാരക മുറിവുകളാൽ ഞങ്ങൾ മുറിവേൽപ്പിക്കപ്പെടും. ദൈവത്തിൻ്റെ ഈ ഒരു സഹനങ്ങൾ, ദൈവം അയക്കുന്ന സഹനങ്ങൾ, അല്ലെങ്കിൽ ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ, ദൈവത്തിൻ്റെ അനന്ത ജ്ഞാനത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന ഈ ഞെരുക്കങ്ങൾ നമ്മൾ സ്വമനസ്സ സ്വീകരിച്ച് നമുക്കെതിരെ വരുന്ന തിന്മയ്ക്കെതിരെ നമ്മൾ ബലം പ്രാപിക്കണം. ഇല്ലെങ്കിൽ അടുത്ത ക്ഷണത്തിൽ ആ തിന്മ വന്ന് ഒരു കാട്ടുപന്നിയെ പോലെ നമ്മൾ ആക്രമിച്ച് നാം ആത്മീയമായി മുറിവേറ്റ് ക്ഷതമേറ്റ് നാം അവശരാകും. പ്രിയപ്പെട്ട സഹോദരൻ, വീണ്ടും അൽഫോൻസ് ലിഗോരി തുടരുകയാണ്. രോഗങ്ങളാലും വേദനകളാലും നാം കഷ്ടപ്പെടുമ്പോൾ നമ്മളും ഇങ്ങനെ പ്രാർത്ഥിക്കണം. ജഡത്തിൻ്റെ മാരക മുറിവുകളിൽ ചെന്ന് ഞാൻ വീഴാതിരിക്കാൻ എൻ്റെ കർത്താവേ, അങ്ങയുടെ തിരുമുറിവുകളിൽ എന്നെ പ്രഹരിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ നമ്മളെ തിന്മകളിൽ നിന്ന് കാത്തു സൂക്ഷിക്കാൻ ദൈവത്തിന് അല്പാൽപമായ സഹനങ്ങൾ അനുവദിക്കാൻ പറ്റും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ ബെർണാഡ് ഈ കാര്യത്തെ ആസ്പദമാക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവത്തോട് സംസാരിക്കുന്നു. എൻ്റെ കർത്താവേ, അങ്ങയെ ഉപേക്ഷിച്ചവർ താഴ്ത്തപ്പെട്ട് സങ്കടപ്പെടുന്നത് വളരെ ന്യായമായ ഒരു കാര്യമാണ്. അതേ എൻ്റെ ദൈവമേ, അങ്ങയെ അവഹേളിച്ച ഞാൻ കഷ്ടപ്പാടുകൾ സഹിക്കുക എന്നുള്ളത് ന്യായമാണ്. ഞാൻ നിത്യമരണത്തിന് വിധിക്കപ്പെട്ടു. അതിനാൽ പരലോകത്തിലെ നിത്യമായ മഹാപീഡകളിൽ ചെന്ന് പെടാതിരിക്കാൻ വേണ്ടി ഇഹലോകത്തിൽ ഞാൻ ക്രൂശിക്കപ്പെടട്ടെ. വിശുദ്ധ ബെർണാഡിന് കിട്ടിയ ഉൾക്കാഴ്ച അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൽ ഞെരുക്കങ്ങളുണ്ട്. ആ ഞെരുക്കങ്ങളിൽ എൻ്റെ ആത്മാവ് ദൈവസന്നിധിയിൽ ശരിക്കും ന്യായവിധിക്ക് അർഹമായി. അതുകൊണ്ട് ബെർണാഡ് പറയും, എൻ്റെ കർത്താവെ, ഞാൻ പരലോകത്തിൽ നിത്യവിധിക്ക് അർഹനായി നിത്യനരകത്തിൽ നിബന്ധിക്കാതിരിക്കാൻ ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ എൻ്റെ ശരീരത്തിൽ ഞാൻ വേദനകൾ സഹിച്ച് ഞാൻ ക്രൂശിക്കപ്പെടട്ടെ. ഈ വേദനകൾ ഞാൻ കാഴ്ചവെക്കുകയാണ്. വീണ്ടും പറയുന്നത് എങ്ങനെയാണ്? ദൈവം നമുക്ക് അയച്ചു തരുന്ന ചെറിയ ചെറിയ വേദനകൾ സഹിക്കാൻ വേണ്ടി മനസ്സ് തുറക്കാം. ഒരു ഗ്രന്ഥകാരൻ കൃത്യമായി ഈ കാര്യത്തെക്കുറിച്ച് നിരീക്ഷിക്കുന്നത് എന്താണ്? ഇത് വിശുദ്ധ അൽഫോൻസ് ലിഗോരി വെളിപ്പെടുത്തുകയാണ്. സ്വയമേയുള്ള വേദനകൾ സ്വീകരിക്കാത്ത ഒരാൾ വിരളമായി മാത്രമേ സ്വയമേ അല്ലാത്ത വേദനകളും സഹനങ്ങളും പൂർണ്ണ ക്ഷമയോടെ സ്വീകരിക്കുകയുള്ളൂ. പൂർണ്ണ ക്ഷമയോടെ, അതായത് നമ്മുടെ എന്ന് പറഞ്ഞാൽ എന്താ ഇതിൻ്റെ അർത്ഥം എന്താ? സ്വയമേ ഉള്ള സഹനങ്ങളുണ്ട്, സ്വയമേ അല്ലാത്തുള്ള സഹനം. സ്വയമേ ഉള്ള സഹനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉദാഹരണത്തിന് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ നമ്മൾ വിചാരിക്കുന്നത് മോശമായി പെരുമാറുന്നു,
അങ്ങനെ മോശമായി പെരുമാറുമ്പോൾ ദൈവചിന്തയോടെ ഓക്കെ, അദ്ദേഹത്തോട് ടോളറൻസ്, സഹിഷ്ണുതയോടെ പെരുമാറുക. അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി നമ്മൾ വെയിൽ വിചാരിച്ച ദിവസം മഴ വന്നു, അല്ലെങ്കിൽ മഴ വിചാരിച്ച നല്ല വെയിലായി, ഒരുപാട് സഹനങ്ങളും നഷ്ടങ്ങളും കഷ്ടങ്ങൾ വരുന്നു. സ്വയമേയുള്ള സഹനങ്ങൾ സ്വീകരിക്കുക. അതൊരു വേദന തന്നെയാണ്, അത് ശരീരം മുറിയുന്ന പോലൊരു വേദന തന്നെയാണ്. പക്ഷെ ആ സഹനങ്ങൾ കാഴ്ചവെക്കണം. അങ്ങനെയുള്ള സ്വയമേയുള്ള സഹനങ്ങൾ സ്വീകരിക്കാൻ പോലും നമുക്ക് ശക്തിയില്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സഹനങ്ങളുണ്ട്. അത് ഉപവാസം, കുരിശിൻ്റെ വഴി, പ്രാർത്ഥന, ജാഗരണ, അതൊന്നും പിന്നെ നമുക്ക് എളുപ്പമായിരിക്കില്ല. നമ്മൾ ആ ആത്മീയ രംഗത്തു നിന്നേ നമ്മൾ താഴ്ത്തിക്ക് വീഴും. ഒന്നും താല്പര്യം, വെളുപ്പിന് എഴുന്നേക്കാൻ പറ്റില്ല, 3 മണിക്ക് എഴുന്നേക്കാൻ പറ്റില്ല, രാത്രിക്ക് ജാഗരണം ഇരിക്കാൻ പറ്റില്ല, ഒന്നിലും പറ്റാത്ത പോലെയാവും. സ്വയമേയുള്ള സഹനങ്ങൾ നിങ്ങൾ എടുത്തെടുത്ത് പരിശീലിക്കുന്നില്ലെങ്കിൽ, സ്വയമേ അല്ലാത്ത ബോധപൂർവമായ സഹനങ്ങളോ ഇന്ദ്രിയ നിഗ്രഹങ്ങളോ ചെയ്യാൻ കഴിവില്ലാത്ത ദുർബലനായി നിങ്ങൾ മാറും. വെറും ഭൗമികനായി നിങ്ങൾ അധപതിക്കും. അതുകൊണ്ട് വിശുദ്ധ ആൻസലം അതിനെക്കുറിച്ച് പറഞ്ഞെങ്ങനെയാണ്? തൻ്റെ പാപങ്ങൾക്ക് സ്വയമേവ ശിക്ഷിക്കുന്നൊരു പാപിയെ ദൈവം പ്രഹരിക്കുന്ന അവസാനിപ്പിക്കും എന്ന് പറഞ്ഞാൽ, നമ്മൾ പാപം ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകളും തെറ്റുകളും കുറ്റങ്ങളും വന്ന് പല വിധത്തിൽ നമ്മൾ കർത്താവിന് മുമ്പിൽ കുറ്റക്കാരാകുമ്പോൾ ചിലപ്പോൾ ചില സഹനങ്ങൾ ദൈവം അനുവദിക്കും. അപ്പം നമ്മളതെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ സ്വയമേവ നമ്മളെ തന്നെ കുറേ പരിത്യാഗത്തിന് എളിമപ്പെടുത്തലിന് വിട്ടുകൊടുത്താൽ, സ്വയമേ പ്രഹരിക്കുന്ന, സ്വയമേ ശിക്ഷിക്കുന്ന, സ്വയമേ ത്യാഗങ്ങളെടുത്ത് ദൈവസന്നിധിയിൽ എളിമപ്പെടുത്തുന്ന ഒരു ആത്മാവിനെ ദൈവം പ്രഹരിക്കുന്നത് അവസാനിപ്പിക്കും. കാരണം അത് ഓൾറെഡി വിശദീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. വെളിപാടിൻ്റെ പുസ്തകത്തിലെ 7-ാം അധ്യായം 9-ാമത്തെ തിരുലിഖിതം, വെളിപാട് 7:9. അവിടെ ദൈവത്തിൻ്റെ വചനം എങ്ങനെ ഇവിടെ വായിച്ചു നോക്കിയേ. കയ്യിൽ കുരുത്തോലകളുമായി നിൽക്കുന്ന ഒരുപാട് അസംഖ്യം ആത്മാക്കളെ യോഹന്നാന് സ്വർഗ്ഗത്തെ കാണാൻ സാധിച്ചിരിക്കുകയാണ്. കയ്യിൽ കുരുത്തോലകളുമായി നിൽക്കുന്നവർ. അപ്പോൾ കർത്താവിനോട് ഇത് ആരാണ്? അപ്പോഴാണ് കർത്താവ് പറയണത്, ഇവരാണ് ഞെരുക്കങ്ങളിൽ നിന്ന്, ഒരുപാട് കഷ്ടതയിൽ നിന്ന്, ഞെരുക്കത്തിൽ നിന്ന് വന്ന് രക്തസാക്ഷികളാണ് അവർ. അതാണ് വെളിപാട് 7:9. ആ വചനം നോക്കാവോ? റെവലേഷൻ ചാപ്റ്റർ 7:9. ഇതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ ഇതാ എണ്ണിത്തിട്ടപ്പെടുത്താൻ ആർക്കും സാധിക്കാത്ത വലിയ ഒരു ജനക്കൂട്ടം. അവർ സകല ഭാഷകളിലും ജനതകളിലും ഗോത്രങ്ങളിലും രാജ്യങ്ങളിൽ നിന്നുള്ളവർ. അവർ വെള്ളയങ്കി അണിഞ്ഞ് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന് മുമ്പിലും കുഞ്ഞാടിൻ്റെ മുമ്പിലും നിന്നിരുന്നു. ആരാണിവർ? ഇവരാണ് രക്തസാക്ഷികൾ, കഠിന ഞെരുക്കത്തിൽ നിന്ന് വന്നവർ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെളിപാടിൻ്റെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിലെ 9-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കി വിശുദ്ധന്മാർ വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്: നാം രക്ഷപ്പെടണമെങ്കിൽ നാം എല്ലാവരും ഏതെങ്കിലും വിധത്തിൽ രക്തസാക്ഷികളാകണം. ഒന്നുകിൽ ഒരു സ്വേച്ഛാധിപതിയുടെ വാളാൽ, അല്ലെങ്കിൽ സ്വമേധയാവുള്ള ഇന്ദ്രിയ നിഗ്രഹങ്ങളാൽ. ഒന്നുകിൽ ഒരു സ്വേച്ഛാധിപതിയുടെ വാളാൽ രക്തസാക്ഷിയാകുമ്പോൾ നമ്മുടെ നിരവധിയായ കുറ്റങ്ങളുടെ കുറവുകളുടെ മേൽ ദൈവകരുണ വ്യാപരിച്ച് വലിയ ഒരു സ്വർഗീയ സമ്മാനത്തിന് നമ്മൾ അർഹരായിത്തീരും. അതുമല്ലെങ്കിൽ നമുക്ക് അനുദിനം നമ്മുടേതായ ആഗ്രഹങ്ങളെ നിഹനിച്ച് രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധമായ ഒരു ജീവിതത്തിന് ഉടമയായി മാറാൻ പറ്റും. ഇന്ദ്രിയ നിഗ്രഹങ്ങളാൽ നമ്മുടെ ആത്മാവിനെ ഒരു രക്തസാക്ഷിയുടെ പകിട്ടിലേക്ക് നമുക്ക് ഉയർത്താം. റോമാലേഖനം 8-ാം അധ്യായം 18-ാം തിരുലിഖിതം. അതുകൊണ്ട് നമ്മെ കാത്തിരിക്കുന്ന നിത്യമഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ, നാം ഈ സഹിക്കുന്നതൊന്നും ഒന്നുമല്ല, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകളൊക്കെ ചെറുത് നിസ്സാരം. കാരണം ഇതിന് വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കാനിരിക്കുന്നു. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ തന്നെ കാണുന്നുണ്ട്, 4-ാം അധ്യായം 17-ാമത്തെ തിരുലിഖിതം. എന്താണത്? ഈ ജീവിതത്തിലെ ഈടില്ലാത്തതും നിലനിൽക്കാത്തതുമായ വേദനകൾ നിത്യമായ പരമാനന്ദത്തിന് നമ്മെ യോഗ്യരാക്കുന്നു നമ്മൾ അറിയണം. ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ് ഇപ്പോൾ ഉള്ളത്. ഇതൊക്കെ അങ്ങോട്ട് മാഞ്ഞു പോകും. ഇന്നലത്തെ ക്ലേശങ്ങൾ ഇന്ന് കാര്യമല്ല, ഇന്ന് പുതിയത്. ഇതെല്ലാം നിസ്സാരവും ക്ഷണികവുമാണ്. എന്നാൽ അവയുടെ ഫലമോ അനുപമമായ മഹത്വം, ഉപമിക്കാൻ പറ്റാത്ത മഹത്വത്തിന് നമ്മളെ അർഹരാക്കുന്നതാണ് ഇന്ന് നാം എടുക്കുന്ന സമനസായി എടുക്കുന്ന ഈ ഇന്ദ്രിയ നിഗ്രഹങ്ങൾ. നമുക്ക് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധനയിലേക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 33 ദിവസത്തെ ഒരുക്കം, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം 33 ദിവസത്തെ ഒരുക്ക ശുശ്രൂഷയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അതിൻ്റെ ആദ്യത്തെ 12 ദിവസങ്ങൾ ലോക അരൂപിയെ കീഴ്പ്പെടുത്താൻ വേണ്ടി മനഃപൂർവ്വം ഡെലിബറേറ്റായിട്ട് പരിശ്രമിക്കുന്ന ദിവസങ്ങളാണ്. ഇന്ന് 2-ാമത്തെ ദിവസമാണ്. ഇന്ന് കേട്ട കാര്യങ്ങൾ വെച്ച് എല്ലാവരും കുറച്ച് നേരം ഇരിക്കണം.
ഈ വചനങ്ങൾ ചിന്തിക്കണം, ഇതിനെക്കുറിച്ച് ധ്യാനിക്കണം, ഒരു ആത്മശോധന നടത്തണം, ഇതെല്ലാം കൃത്യമായിട്ട് എഴുതിയെടുക്കണം. കുമ്പസാരിക്കേണ്ടത് കുമ്പസാരിക്കണം, തീരുമാനം എടുക്കണം. ഇന്ദ്രിയ നിഗ്രഹത്തിന് പല തീരുമാനങ്ങൾ എടുക്കുക. ആത്മപരിത്യാഗങ്ങൾ പരിശീലിക്കണം. അതായത് പരിത്യാഗ പ്രവൃത്തികൾ പരിശീലിക്കണം. ഡെലിവറായിട്ട് ബോധപൂർവ്വം തീരുമാനം എടുക്കുക. ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു, ഇന്ന് തീരുമാനം എടുക്കണം. നാളെ ആട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത്. തീരുമാനം എടുക്കുക പരിത്യാഗ പ്രവൃത്തികൾ എന്തൊക്കെ ചെയ്യണമെന്ന്. ആത്മസംയമനവും അതുപോലെ കോപ സ്വഭാവമുള്ളവരൊന്ന് നിയന്ത്രിച്ചും ഒക്കെ അതൊക്കെ വലിയ രക്തസാക്ഷിത്വം പോലെയുള്ള കൃപയാക്കി മാറ്റി തരും ദൈവം. ഹൃദയവിശുദ്ധി കാത്തു സൂക്ഷിക്കുക. അതുപോലെ ഷാലോം ചാനലിൻ്റെ ഈ പൊതുവായ നിയോഗങ്ങളുണ്ട്. ആ നിയോഗത്തോട് നമുക്ക് ചേരാം. അതായത് ഈ നിയോഗങ്ങൾ നമ്മുടെ കുടുംബത്തിന് എല്ലാ തിന്മയും സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി നിയോഗങ്ങൾ കാഴ്ചവെക്കുക. തിരുസഭയുടെ നവീകരണത്തിനും ശക്തീകരണത്തിനും തിരുസഭ ഉപരി മഹത്വത്തിലേക്ക് എല്ലാ അംഗങ്ങളും ഉയരുന്നതിന് വേണ്ടി സമർപ്പിക്കണം. മഹാമാരിയിൽ നിന്ന് അതിൻ്റെ കെടുതികളിൽ ലോക ജനത വിടുതൽ പ്രാപിക്കാൻ വേണ്ടി ലോക ജനതയെ പ്രത്യേകം ഈ പ്രാർത്ഥനകൾ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ തുടർന്ന് ആരാധനയ്ക്കുള്ള ആമോഗാനം ആലപിച്ച് ആരാധന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. കുഞ്ഞാടേ ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവ കുഞ്ഞാടേ ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ ആമേൻ. ആരാധന 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ ദൈവമേ, ഓരോ ഹൃദയങ്ങളെ സ്പർശിക്കണമേ, ഓരോ കുടുംബങ്ങളെയും സ്പർശിക്കണമേ. സുഖലോലപതയുടെ ട്രാക്കിൽ നിന്ന് ആധ്യാത്മികമായ വളർച്ചയ്ക്ക് ഗൗരവമായി തീരുമാനമെടുക്കുന്ന ആ ഒരു കൃപയുടെ വഴിയിലേക്ക് കൈപിടിച്ച് ഉയർത്തണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധ അമ്മേ, 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 ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ, ഈശോയേ, ഹല്ലേലൂയ ഹല്ലേലൂയ. തുടർന്ന് നമുക്കെല്ലാവർക്കും ഭക്തിപൂർവം കരങ്ങൾ വിരിച്ച് പിടിച്ച് വിശ്വാസപ്രമാണം എന്ന പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ട ശക്തമായ പ്രൊഫഷനാണ്, അതായത് പ്രഖ്യാപനമാണ് വിശ്വാസപ്രമാണം. അത് നമുക്ക് ഭക്തിപൂർവ്വം ഹൃദയത്തിൽ തട്ടി ജീവിതത്തിനൊരു മാറ്റം വരാൻ തക്ക ഡെലിവറൻസ് ഇപ്പോൾ സംഭവിക്കണം. ലോകാരൂപിയുടെ തല തകരണം, സാത്താൻ ഇടിമിന്നൽ പോലെ നിപതിക്കണം. ലോകാരൂപിയുടെ പിടുത്തം വിട്ട് ഹൃദയം സ്വതന്ത്രമാകണം. ആഗ്രഹത്തോടെ നമുക്ക് ഒരുമിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു.
വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കരങ്ങൾ ഉയർത്തി കുറച്ചു നേരം നമുക്ക് പരിശുദ്ധാത്മാവാണ് ഇത് നമുക്ക് ശക്തി തരുന്നത്. ഈശോയേറ്റ് പറഞ്ഞ് വിശുദ്ധ വഴികളിലൂടെ നടന്ന് സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കാൻ പരിശുദ്ധ അമ്മയിലേക്ക് നമ്മൾ അടുപ്പിക്കുന്നതും പരിശുദ്ധ അമ്മയിലൂടെ ഈശോയ്ക്ക് സമ്പൂർണ്ണ സമർപ്പണം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതും പരിശുദ്ധാത്മാവായ ദൈവമാണ്. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സ്നേഹത്തെ ഞങ്ങൾ ഏറ്റുപറയുന്നു, അങ്ങയുടെ കരുതലിനെ ഞങ്ങൾ ഏറ്റുപറയുന്നു. അവിടുത്തെ ജ്ഞാനം ഞങ്ങളെ കൊണ്ടുവന്നതിന് നന്ദി പറയുന്നു. അവിടുത്തെ ജ്ഞാനമാണ് ഒരുമിച്ച് കൊണ്ടത്. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 ഉച്ചത്തിൽ ഉച്ചത്തിൽ കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ ഉച്ചത്തിൽ ഒരുമിച്ച് വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, കരങ്ങൾ കൂപ്പി തുടർന്ന് പരിശുദ്ധാത്മാവിൻ്റെ ലുത്തിനിയ ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. സാധിക്കുന്നവരെല്ലാവരും ത്യാഗം സഹിക്കുക. കസേരയിൽ നിന്ന് മുട്ടുമേൽ നിൽക്കാൻ സാധിക്കുന്നവർ മുട്ടുമേൽ നിൽക്കുക. നന്നായിട്ട് ഭക്തിപൂർവ്വം ത്യാഗത്തോടു കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ ലുത്തിനിയ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിന്റെയും പുത്രന്റെയും ജീവനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിന്റെയും പുത്രന്റെയും സ്നേഹമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സർവശക്തനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജീവദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്നേഹദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ശക്തിദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സഹായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സർവ നന്മ സ്വരൂപിയായിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. കരുണയാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നീതിയുടെ ഉറവിടമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഭയമകറ്റുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രത്യാശ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജ്ഞാനം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ബുദ്ധി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. അറിവ് നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിവേകം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആലോചന നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദൈവഭക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദൈവഭയം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആത്മശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്നേഹമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ശാന്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആനന്ദമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ക്ഷമ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദയ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നന്മ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സൗമ്യശീലം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ
മേൽ കൃപ ചൊരിയണമേ. ബ്രഹ്മചര്യം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിശ്വാസം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സകലത്തെയും പവിത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സകലത്തെയും ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രലോഭനങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സാത്താന്റെ കൂടുതൽ തന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ കൃപ ചൊരിയണമേ. പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിക്കാൻ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വചനം ഹൃദയത്തിൽ സംഗ്രഹിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിശുദ്ധ കുർബാനയിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. കൂദാശകളിലൂടെ ഞങ്ങളെ പവിത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജീവജലത്തിന്റെ അരൂപിയായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നിത്യജീവനിലേക്ക് ഞങ്ങളെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ചെറിയപ്പെട്ടിരിക്കുന്ന സ്നേഹമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രാർത്ഥന. എല്ലാറ്റിനെയും നവീകരിക്കുന്നവനും വിശദീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അവിടുന്ന് ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും അവിടുത്തെ സ്നേഹത്തിന്റെ കതിരുകൾ ഞങ്ങളിൽ പരത്തുകയും ചെയ്യണമേ. നിത്യവും ഞങ്ങൾ വസിക്കുന്നവനായ പരിശുദ്ധാത്മാവേ, അനുതാപത്തിന്റെ അരൂപി ഞങ്ങൾക്ക് തരണമേ. പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ അകറ്റണമേ. എല്ലാ വിജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ഉറവിടമായ പരിശുദ്ധാത്മാവേ, യേശുവിൻ്റെ പഠനങ്ങളാൽ ഞങ്ങളെ പ്രബുദ്ധരാക്കണമേ. വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും പ്രത്യാശയിൽ നടത്തുകയും ചെയ്യണമേ. വേദനിപ്പിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നവനും ദുഃഖിതരെ ആനന്ദിപ്പിക്കുന്നതിനുമായ പരിശുദ്ധാത്മാവേ, അവിടുത്തെ സ്നേഹത്തിൻ്റെ സമാശ്വാസത്തിൻ്റെ ശീതള ഛായയിൽ ഞങ്ങളെ നിർത്തണമേ. സ്നേഹത്തിലും വിശുദ്ധിയിലും ഞങ്ങളെ വളർത്തണമേ. അഗതികളുടെ ആശ്രയവും വരദാനങ്ങളുടെ ദാതാവുമായ പരിശുദ്ധാത്മാവേ, അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയാൽ ഞങ്ങളുടെ ദാരിദ്ര്യം അകറ്റണമേ. മനസ്സിൻ്റെ ശൂന്യത മാറ്റി ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ മധ്യസ്ഥനും മാർഗവുമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വഴികൾ അങ്ങ് നേരെയാക്കുകയും വഴിതെറ്റിപ്പോയവരെ നേർവഴിക്ക് തിരിക്കുകയും ചെയ്യണമേ. സത്യത്തിലും നീതിയിലും ഞങ്ങളെ നടത്തണമേ. ഐക്യത്തിൻ്റെ നിദാനമായ പരിശുദ്ധാത്മാവേ, അകന്നുപോയവരെ അടുപ്പിക്കുകയും ഭിന്നതകൾ അകറ്റുകയും ചെയ്യണമേ. ഞങ്ങളുടെ നെടുവീർപ്പുകളിലും വിലാപങ്ങളിലും ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ സമ്മേളനങ്ങളെ അങ്ങ് നയിക്കുകയും ഉദ്യമങ്ങളെ വിജയിപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ. തുടർന്ന് പരിശുദ്ധാത്മാവിന് നമുക്ക് നമ്മുടെ ഹൃദയം സമ്പൂർണ്ണമായി വിട്ടുകൊടുക്കാം. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് നമ്മുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണം. എല്ലാ തിന്മകളെയും കത്തിച്ച് ചാമ്പലാക്കുന്ന പരിശുദ്ധാത്മ സാന്നിധ്യം നമ്മളെ വിശുദ്ധീകരിക്കുന്ന സാന്നിധ്യമാണ്. സാധിക്കുന്ന എഴുന്നേറ്റ് നിന്ന് കുറച്ച് നേരം നമ്മളൊന്ന് പാടി സ്തുതിച്ചിട്ട് മാതാവിൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠാ ജപത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഇപ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കും. ഇന്ന് കേട്ട വചനങ്ങളിൽ ഓർക്കണം, സുഖലോലപത, ഇന്ദ്രിയ സുഖത്തിന് വേണ്ടിയുള്ള ആഗ്രഹം, ഇന്ദ്രിയ നിഗ്രഹത്തിൻ്റെ വഴിയെ പരിശുദ്ധാത്മാവ് നടത്തണം. ലോക ബഹുമാനങ്ങൾ, അത് ലോകത്തിൻ്റെ മധുരം എല്ലാം കയ്പായി മാറണം. നമുക്ക് കയ്പായി അനുഭവപ്പെടുന്ന മധുരമാക്കണം. അതിന് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കാം. ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ് ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. കരങ്ങളടിച്ച് സ്വാതന്ത്ര്യത്തോടെ കർത്താവിനെ ആരാധിച്ച്, പരിശുദ്ധാത്മാവിനെ ആരാധിച്ച്, ത്രിത്വത്തെ ആരാധിച്ച് ശുദ്ധീകരിച്ചതുപോ ആത്മാവ് വാഴും ഈ ദേവാലയത്തെ ശുദ്ധീകരിക്കണമേ. ബലിപീഠത്തിൽ അഗ്നിയിറക്കി ശുദ്ധീകരിച്ചതുപോ ആത്മാവ് വാഴും ഈ ദേവാലയത്തെ ശുദ്ധീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ.
നാവിൽ നൽകി ശുദ്ധീകരിച്ചതുപോ എന്നിൽ വളരും കളകൾ നീക്കി ശുദ്ധീകരിക്കണമേ. അഗ്നിക്കനലുകൾ നാവിൽ നൽകി ശുദ്ധീകരിച്ചതുപോ എന്നിൽ വളരും കളകൾ നീക്കി ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. അഗ്നിക്കനലുകൾ നാവിൽ നൽകി ശുദ്ധീകരിച്ചതുപോ പാപം നിറയും എന്റെ ഹൃദയം ശുദ്ധീകരിക്കണമേ. സ്വർണ്ണത്തെ പോലഗ്നിയിലെന്നെ ശുദ്ധീകരിക്കണമേ. പാപം നിറയും എന്റെ ഹൃദയം ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. തുടർന്ന് മുട്ടുമേൽ നിന്ന് പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠാ ജപം ചൊല്ലി ഭക്തിപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമ്മളെ കൈപിടിച്ച് ഈശോയെ പിതാവിന് പ്രിയങ്കരമായി വളർത്തിയതുപോലെ, ഈശോയുടെ ബലി പിതാവിന് ഏറ്റവും സ്വീകാര്യമായി ബലിയാക്കിയതുപോലെ പരിശുദ്ധ അമ്മയുടെ നിയന്ത്രണത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കാം. അമ്മയുടെ ആ ഒരു ജ്ഞാനത്തിൽ ഞങ്ങളെ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് ആത്മീയതയെ വളർത്തണമേ. ലോകത്തിൻ്റെ തന്ത്രങ്ങളും സാത്താൻ്റെ എല്ലാ കുടിലതകളും ചെറുത്തു തോൽപ്പിക്കാൻ അമ്മ പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് ജ്ഞാനം തരണം. ആ പ്രതിഷ്ഠ നമുക്ക് ഭക്തിപൂർവ്വം ചെല്ലാം. സ്ക്രീനിൽ കാണാം, നിങ്ങൾക്കും സ്ക്രീനിൽ നോക്കി ചെല്ലാവുന്നതാണ്. ഒരുമിച്ച് ചെല്ലാം. മാതാവിൻ്റെ വിമല ഹൃദയത്തോടുള്ള പ്രതിഷ്ഠാജപം ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധ മറിയമേ, യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപതിച്ചു പോകുന്ന ലോകത്തെയും പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ. അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ. തിരുസഭാംബികയെ, തിരുസഭയ്ക്ക് സർവ്വ സ്വാതന്ത്ര്യവും സമാധാനവും അരുളണമേ. വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ. മാനവവംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അമലോത്ഭവ ഹൃദയമേ, മനുഷ്യഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തുടർന്ന് ദിവ്യകാരുണ്യ ആശീർവാദ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്.
മുട്ടുമേൽ നിന്ന് തന്നെ കൈകൾ ഉയർത്തി നമുക്ക് ഉറക്കെ സ്തുതിക്കാം. പരിശുദ്ധാത്മാവെ അവിടുന്ന് എഴുന്നള്ളി വരണം. പരിശുദ്ധാത്മാവെ ഈ സമൂഹത്തിലേക്ക് വരണമേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരണമേ. വിശ്വാസികളുടെ സമൂഹത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന പരിശുദ്ധാത്മാവെ ഇപ്പോൾ അവിടുന്ന് പ്രവർത്തിക്കണമേ. ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 പരിശുദ്ധാത്മാവേ തുടർന്ന് കരങ്ങൾ കൂപ്പി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ ആ ഒരു സ്നേഹം നമ്മുടെ കുടുംബത്തിലുണ്ടാകണം. കൈകൾ കൂപ്പി പിടിക്കാം. അമ്മ ഈ ശുശ്രൂഷയ്ക്ക് ഞങ്ങളെ തിരഞ്ഞെടുത്തതിന് നന്ദി പറയുന്നു. അമ്മയുടെ ഒരു പ്രത്യേക സ്നേഹവാത്സല്യം ഞങ്ങളോട് കൂടെ വേണം. ഞങ്ങൾ ദുർബലരാണ്, ഫോളൻ നേച്ചർ, ഞങ്ങൾ അതപ്പതിച്ച മനുഷ്യപ്രകൃതിയുള്ളവരാണ്. അപ്പോൾ കണ്ണുനീരിൻ്റെ താഴ്വരയിലാണ് ഞങ്ങൾ. വിങ്ങിക്കരഞ്ഞ അമ്മയുടെ പക്കൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ തവണ ഞങ്ങളെ വിശുദ്ധിയിലേക്ക് കൈപിടിച്ച് കയറുന്ന അമ്മയും കൂടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈരടി ആലപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ തിരുക്കഞ്ചയാ പൊതിയേണമേ, അമ്മേ തിരുക്കഞ്ചയാ പൊതിയേണമേ, മാതൃസ്നേഹത്തിൻ നറുമണമെന്നിൽ തൂകേണമേ, അമ്മേ തൂകേണമേ, മാതൃസ്നേഹത്തിൻ നറുമണം